സാഹിത്യോത്സവ കൊടിയിറക്കത്തിൻ്റെ മേളത്തിൽ നമുക്ക് പറയാനുള്ളത് ആശ്രാമം മൈതാനത്ത് ആ നിറഞ്ഞു നിൽക്കുന്ന തലയെടുപ്പുള്ള ഉഗ്രവേദിയിൽ ആരാകും ആ കപ്പ് സ്വീകരിക്കുക എന്ന ചോദ്യത്തിന് ഉദ്വേഗ നിമിഷങ്ങൾക്കൊക്കെ അറുതിയായിരിക്കുന്നു. കലാകിരീടം കണ്ണൂരിന് തന്നെ, കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കപ്പ് നേടിയിരിക്കുന്നു. 117 പവൻ ജേതാക്കളെ കാത്തുള്ള സ്വർണ്ണ കപ്പാണ് വേദിക്ക് മുന്നിലുള്ളത്. ഈ പുരുഷാരത്തിന്റെ മുന്നിൽ ഇത് അനാവരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് ആരുടെ കൈകളിലേക്ക്, ഏത് ജില്ലയുടെ കൈകളിലേക്ക് എന്ന് കാത്തിരിക്കുകയാണ്. 117 പവൻ ആണ് ഇത്. പവനിൽ തീർത്ത സ്വർണ്ണക്കപ്പ്, ആ സ്വർണ്ണക്കപ്പ് അതിൻ്റെ തങ്കത്തിൻ്റെ മൂല്യത്തെക്കാൾ വലുതാണ് അതിലെ കലാമൂല്യം എന്നത്. അത് നൈരന്തര്യമായ പരിശീലനങ്ങൾക്ക്, കയ്യടികൾക്ക്, പ്രവർത്തികൾക്ക്, വിയർപ്പുകൾക്ക് ഒക്കെ അധ്വാനത്തിൻ്റെ ഫലമായ ആ വിയർപ്പ് തുള്ളികൾ ഘനീഭവിച്ച തങ്കത്തുള്ളികളാണ് ആ 117 പവനായി അതിൽ പൂശിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ചാർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർണം കപ്പാണ് ഇപ്പോൾ അവിടെ അനാവരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരുപക്ഷെ കണ്ണൂരാണ് എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം അതിൻ്റെ സാങ്കേതികമായ രീതിയിൽ തന്നെ മുറയ്ക്ക് വരും. എന്തായിരുന്നാലും പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിലായതുകൊണ്ട് തീർച്ചയായും 952 പോയിന്റോടുകൂടി കണ്ണൂരിൻ്റെ ചുണക്കുട്ടികൾ ആ കപ്പ് കൊല്ലത്തിൻ്റെ ആശ്രാമം മൈതാനത്തെ തലയെടുപ്പുള്ള വേദിയിൽ അത് ഏറ്റുവാങ്ങും, അത് മുത്തമിടും. അതിനുള്ള നിമിഷങ്ങൾ ഇതാ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും 952 പോയിന്റോടുകൂടി കണ്ണൂർ തന്നെയാണ് കലാകിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ആ കണ്ണൂർ 117 പവൻ സ്വർണം കപ്പ് ഇതാ ഏറ്റുവാങ്ങും. ആ സ്വർണത്തെക്കാൾ